ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ കുർത്തിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ പറയണേ. എല്ലാ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. നമ്മളപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് സിംഗിൾ പീസ് അംബ്രല കട്ട് കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഷിഫോണിൻ്റെ 2.5 മീറ്ററിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് വെക്കാനായിട്ട് 2.5 മീറ്ററിൻ്റെ സാറ്റിൻ്റെ ലൈനിങ് ആണ് കേട്ടോ എടുത്തിരിക്കണേ. ക്രേപ്പിൻ്റെ ലൈനിങ് ആയാലും മതി. എനിക്ക് ക്രേപ്പിൻ്റെ കിട്ടിയില്ല, അപ്പോൾ ഞാൻ സാറ്റിൻ്റെ ലൈനിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം. നമ്മൾ സാധാരണ 4 തുണി മടക്കിയിടില്ലേ, അതുപോലെ അല്ല കേട്ടോ നമ്മൾ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യാനായിട്ട് തുണി മടക്കണ്ടേ. അപ്പോൾ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ് തുണി മടക്കേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ പേപ്പർ എങ്ങനെയാണോ മടക്കണേ അതുപോലെ തന്നെ നിങ്ങൾ മടക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫാബ്രിക് എന്ന് വിചാരിക്കുക. ആദ്യമേ തന്നെ ഇതിനെ ഒന്ന് ഹാഫായിട്ട് മടക്കുക. അപ്പോൾ മെയിൻ ഫാബ്രിക്കിനെ ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് ഹാഫായിട്ട് മടക്കി. അപ്പോൾ കറക്റ്റ് ഒന്ന് നീളത്തിൽ ഹാഫായിട്ട് മടക്കി കൊടുത്തേരെ കേട്ടോ. ദേ ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഒരു മുകൾ വശം എന്ന് പറയുന്നത് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. ഇനി ഈ ഒരു മടക്ക് വശം ഉണ്ടല്ലോ, ഇവിടെ പിടിച്ചിട്ട് ഇതിനെ ഒന്ന് ഡയഗണലായിട്ട് ഞാൻ മടക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഡയഗണലായിട്ടൊന്ന് മടക്കി കൊടുക്കും. കാണാമെന്ന് വിചാരിക്കണം കേട്ടോ. ഒന്നുകൂടിയും പറയാം. ഈ ഒരു മടക്ക് വശത്ത് പിടിച്ചിട്ട് ഇതിനെ ഒന്ന് ഡയഗണലായിട്ട് മടക്കി കൊടുത്തു. അപ്പം ഞാൻ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഇതുപോലെയാണ് വരിക. അപ്പോൾ ഇവിടെയാണ് ഫുൾ മടക്ക് വരുന്ന ഭാഗം. കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഇവിടെ. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 2 പീസ് ഓപ്പൺ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു പീസ് മടക്ക് വശവും അടിയിൽ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഇവിടെ മടക്കിയിട്ടിരിക്കണേ. ഇനി നമുക്ക് സാധാ പോലെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഈ ഒരു മുകൾ ഭാഗത്ത് നമ്മുടെ ഈ ഫോൾഡ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വേണം മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഈ ഒരു ഫോൾഡ് വരുന്ന ഭാഗത്ത് എവിടെയാണോ നമുക്ക് 6.5 ഇഞ്ച് വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. കറക്റ്റ് 6.5 ഇഞ്ച് എവിടെയാണോ വരണേ, നിങ്ങളുടെ ഷോൾഡറിൻ്റെ അളവ് കേട്ടോ. ഞാനിവിടെ 6.5 എടുത്തോണ്ടാണ് 6.5 എന്ന് പറഞ്ഞേ. കറക്റ്റ് 6.5 എവിടെയാണോ വരണേ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നേരെ അടിയിലേക്ക് നമുക്ക് ആം ഹോൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അടിയിലേക്ക് ഞാൻ ആം ഹോള് മാർക്ക് ചെയ്തു. ദെൻ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. ദെൻ വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അവിടുത്തെ വണ്ണം, വേസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്യുക, പ്ലസ് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഈ പോയിന്റുകൾ കണക്ട് ചെയ്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് ഒന്ന് ഡയഗണലായിട്ട് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാണാലോ. അതിനുശേഷം ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ മടക്ക് വരുന്ന ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ട അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ പോയിന്റിലും നമുക്ക് വേണ്ട ലെങ്ത് എവിടെയാണോ പറഞ്ഞാൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് പോവുക കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് വേണം ഓരോ പോയിന്റിലേക്കും നമുക്ക് വേണ്ട ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഭംഗിയായിട്ട് കട്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ലെങ്ത് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഒരു പേടിയും വിചാരിക്കേണ്ട, നമുക്ക് അവിടെ ജോയിൻറ്റ് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ദെൻ ഇവിടെ ആം ഹോളിൻ്റെ കർവ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ആം ഹോൾ കർവ് ഭംഗിയായിട്ട് വരയ്ക്കുക. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക. കണ്ടില്ലേ? ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ഫ്ലെയറിൽ കിട്ടും. ഇതുപോലെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ 2 പീസ് കിട്ടും. അപ്പം ഞാൻ ഈ പറയുന്ന രീതിക്കാണ് ഞാനിനി തുണി മടക്കാൻ പോണേ. പേപ്പറിൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കണു. ഇനി അടുത്തായിട്ട് നമുക്ക് തുണി മടക്കിയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ തുണി മടക്കിയത് ഹാഫായിട്ട്, ആദ്യം ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇത് അടിവശമാണ്. ഹാഫായിട്ട് ഇതുപോലെ മടക്കി വെച്ചു. ഞാൻ മുകൾ വശം കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് മുകൾ ഭാഗം. മുകൾ ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ. കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം മുകൾ വശത്ത് ഇതുപോലെ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുണി നീളത്തിൽ ഇതുപോലെ ഹാഫായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മടക്ക് വശത്ത് പിടിച്ചിട്ട് ഈ ഒരു തുണീനെ ഡയഗണലായിട്ട് മടക്കിയിടാം കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്ന് ഡയഗണലായിട്ട് നമ്മൾ തുണീനെ മടക്കിയിടാൻ പോവാണ്. അപ്പോൾ അത് ഇതുപോലെ ഡയഗണലി നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫുൾ വ്യൂ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് മടക്കിയിട്ടിരിക്കണേ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലാണ്. അത് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഞാൻ ഇതിനൊന്ന് തിരിച്ചിടുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഇതിനെ മറിച്ചിടുകയാണ്. അങ്ങനെ ഭംഗിയായിട്ട് ഈ ഒരു മടക്ക് വശം കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ ഈ ഒരു തുണി മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് നല്ല ലെങ്ത് ഉള്ള കാരണേ എല്ലാം ഒറ്റ ഫ്രെയിമിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതുപോലെയാണ് കേട്ടോ വരിക. അപ്പോൾ മടക്കിയത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ മടക്കിയത് ക്ലിയർ ആയില്ലെങ്കിലും ഞാൻ പേപ്പർ എങ്ങനെയാണോ മടക്കിയേ ആ സെയിം മെത്തേഡിൽ തന്നെ മടക്കിയാൽ മതി. നമ്മളിപ്പോൾ തുണി ഭംഗിയായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ യോക്ക് പോർഷൻ്റെ മെഷർമെൻറ്റ്സ് മാത്രം ഞാൻ ഇതുപോലെ ഒരു പേപ്പറിലൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാണ് കേട്ടോ. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു തുണിയിൽ വെച്ചത് മാർക്ക് ചെയ്യാം. ഇത് ഡയഗണലായിട്ടല്ലേ മടക്കി ഇട്ടിരിക്കണേ. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും നമ്മൾ ഡയറക്റ്റായിട്ട് മാർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്താൽ നമുക്ക് ഭംഗിയായിട്ട് അതിലങ്ങ് വരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ്റെ അതേ മെഷർമെൻറ്റ് നമുക്ക് ഈ ഒരു പേപ്പറിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ 6.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6.5 ഇഞ്ച് ഇവിടെയാണ് വരണേ. ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഇനി 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് ആം ഹോളിൻ്റെ മെഷർമെൻറ്റും ഞാൻ 6.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യണേ. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് ആം ഹോൾ മാർക്ക് ചെയ്തു. 6.5 ഇഞ്ചാണ് ആം ഹോള്. ഷോൾഡറും 6.5 ഇഞ്ച്. ആം ഹോള് എൻഡ് ചെയ്ത ഭാഗത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 9.25 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ എവിടെയാണോ 9.25 ഇഞ്ച് വരുന്നത് അവിടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എവിടെയാണോ 9.25 ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണേ. കറക്റ്റ് 1.5 ഇഞ്ച് തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ ഒന്ന് സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം. അപ്പോൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 9.25 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇനി ഒരു മുകൾ ഭാഗത്ത് ഞാൻ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്ക് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 14 ഇഞ്ചാണ് കേട്ടോ ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ 14 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അങ്ങനെ ഷേപ്പിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് സ്ട്രെയിറ്റ് അറ്റം വരെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 8.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണേ. അപ്പോൾ അത് എവിടെയാണ് 8.5 ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണേ. ആ ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്തു. അപ്പോൾ ഷേപ്പിൻ്റെ അവിടെ 8.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റുകളൊന്ന് ജോയിൻ ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു അടിവശത്തു നിന്ന് മുകളിലേക്ക് ഞാനൊരു 3 ഇഞ്ച് ആം ഹോളിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ ഭംഗിയായിട്ട് ആം ഹോളിൻ്റെ ഷേപ്പ് അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് ഇതേ ആം ഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വരച്ചേക്കടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സാറ്റിൻ്റെ ലൈനിങ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ്റിൻ്റെ ലൈനിങ് എടുക്കാണ്ടിരിക്കുക. നല്ല ക്രേപ്പിൻ്റെ തുണി കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ബെറ്റർ. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ചെയ്യാൻ നല്ല വീതിയുള്ള തുണി തന്നെ എടുക്കണം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരികിലായിട്ട് ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
ഈ ഒരു അരികിലായിട്ട് ഞാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതങ്ങ് കർവ് ചെയ്ത് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഭംഗിയായിട്ട് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു യോക്ക് പോർഷൻ ആ ഒരു മുകൾ ഭാഗത്ത് വെച്ച് കറക്റ്റ് അങ്ങ് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു പേപ്പർ നമ്മൾ ഈ ഒരു മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ കറക്റ്റായിട്ട് ഈ ഒരു മുകൾ ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വെച്ച് കൊടുക്കുക. എവിടെയാണോ കറക്റ്റ് നമുക്ക് ഷോൾഡർ കിട്ടുന്നത് ആ ഒരു രീതിയിൽ ഇതങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പിൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ തെന്നി മാറി പോവും. ആം ഹോളിന്റെ ഭാഗം ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ വേണ്ട വരാനായിട്ട്. ഇത് മടക്ക് വശമാണ്, മടക്ക് വശത്തിന്റെ ഓപ്പോസിറ്റ് വേണം ആം ഹോളിന്റെ ഭാഗം വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അറ്റ ഭാഗം വരെ ഡയഗണലായിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് ഭംഗിയായിട്ട് നമ്മളിത് ഡയഗണലായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അറ്റം വരെ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു മടക്ക് വശത്തിന്റെ ഇവിടെ ഞാൻ ടേപ്പ് വെക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ടേപ്പ് വെച്ച് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിന്റെ കൂടെ തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റ് ആയിട്ട് 48 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 48 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതുപോലെ ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് കറക്റ്റ് 48 ഇഞ്ച് ചുറ്റിനും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ ചുറ്റിനും ഈ ഒരു ടേപ്പ് വെച്ചിട്ട് 48 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. വീണ്ടും ഇവിടെ മാർക്ക് ചെയ്തു 48. അതുപോലെ റൗണ്ടിനങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചുറ്റിനും നമ്മൾ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതങ്ങ് കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് കർവ് ചെയ്ത് ഇതങ്ങ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ചെറിയൊരു ജോയിന്റ് കൊടുക്കേണ്ട വരും കേട്ടോ. കാരണം ഞാൻ നല്ല ലെങ്ത് എടുത്തേക്കണ കാരണം ചെറിയൊരു ജോയിന്റ് ഇവിടെ വരും. അത് കുഴപ്പമില്ല, നമുക്ക് ജോയിന്റ് കൊടുക്കാം. ഇവിടെയും വരെ മുകൾ ഭാഗത്ത് തുണി കിടക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ 2 പീസ് തുണി ജോയിന്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ജോയിന്റ് കൊടുത്ത് നീറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഈ വരച്ചേക്കട തന്നെ ആദ്യം ഇതങ്ങ് ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ വരച്ചേക്കട തന്നെ ഭംഗിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലെയർ അടിയിൽ വരുന്നുണ്ട്. ഭംഗിയായിട്ട് കട്ട് ചെയ്തു. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസ് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ചെറിയൊരു ജോയിന്റ് ഇത് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. 2 പീസിൽ ചെറിയൊരു ജോയിന്റ് ഉണ്ട്. കാരണം ചെറിയൊരു ജോയിന്റ് നമ്മളിവിടെ കൊടുക്കേണ്ടി വരും. നല്ല ലെങ്ത് എടുത്തോണ്ടാണ്. ഇത് 56 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽ ആണ്. എന്നാലും ഇത്രയും ലെങ്ത് കൊടുത്തോണ്ട് ചെറിയൊരു ജോയിന്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും പീസിലായിട്ട് നമ്മൾ വേറൊരു തുണി പീസ് സെയിം മെറ്റീരിയൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ബാക്കി വന്ന തുണി എടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കി വന്നൊരു തുണി പീസ് കറക്റ്റ് ആയിട്ട് ഇത്രയും തന്നെ മതി കേട്ടോ. കറക്റ്റ് ആയിട്ട് ഈ ഒരു കട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് കട്ട് വരുന്ന ഭാഗം. ഇതാണ് കട്ട് വരുന്ന ഭാഗം. അതിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പൊ ഇതുപോലെ കറക്റ്റ് ഈ ഒരു കട്ട് വരുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ട് കറക്റ്റ് അതേ ഷേപ്പിന് തന്നെ അങ്ങ് വെച്ച് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മള് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇതേ ഷേപ്പിന് തന്നെ ബാക്കിലുള്ള തുണിയുടെ എനിക്ക് ഷെയ്ഡ് കാണുന്നോണ്ട് അതേ ഷേപ്പിന് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
കണ്ടില്ലേ? ഇതേ ബാക്കിലുള്ള തുണിയുടെ അതേ ഷേപ്പിന് തന്നെ നമ്മൾ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 2 പീസ് തുണി ഉണ്ട്. ഇത് 2 പീസ് മടക്കാണ് കേട്ടോ വെച്ചിരിക്കണേ. അപ്പൊ ഇതേ ഭംഗിയായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 പീസാണ് കട്ട് വരുന്നത്. ആ 2 പീസ് ഞാൻ ഇതുപോലെ ജോയിന്റ് വെക്കാനുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അങ്ങനെ ഇതേ 2 പീസ് ജോയിന്റ് കൊടുക്കാനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് വെച്ച് തന്നെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ മടക്കി ഇടുന്നതൊക്കെ സെയിം ഇത് മടക്കിയ പോലെ തന്നെയാണ് തുണി. അപ്പൊ ഞാൻ ഇനി മടക്കിയതിന് ശേഷം കാണിക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണോ മെയിൻ ഫാബ്രിക് മടക്കുക സെയിം മെത്തേഡിൽ തന്നെ മടക്കിയാൽ മതി. ആദ്യമേ തന്നെ ഞാൻ ഇവിടെ തുണി ഹാഫായിട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടുണ്ട്. ഇത് സാറ്റിനാണ്, 2.5 മീറ്റർ ആണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് മടക്ക് വരുന്ന വെച്ചാൽ അവിടെയാണ്. ഇനി നമുക്ക് അതിനെ ഒന്ന് ഡയഗണലായിട്ട് മടക്കി കൊടുക്കാം. ഇതുപോലെ ഡയഗണലായിട്ടൊന്ന് മടക്കി. അപ്പൊ ഇതേ നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ കംപ്ലീറ്റ് മടക്ക് വരുന്ന ഭാഗം ഇവിടെയാണ് കേട്ടോ. കംപ്ലീറ്റ് മടക്ക് വശം വരുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് വിരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ലൈനിങ്ങിന്റെ മുകൾ ഭാഗത്തേക്ക് കറക്റ്റ് ആയിട്ട് മെയിൻ ഫാബ്രിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ഷേപ്പിന് തന്നെ അങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയൊരു ജോയിന്റ് ഇതിലും വരും. നമുക്ക് ജോയിന്റും കൂടിയും കട്ട് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈനിങ്ങിന്റെ ലെങ്ത് മെയിൻ ഫാബ്രിക്കിനേക്കാൾ കുറവ് മതിയല്ലോ. അപ്പൊ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് ഇതിനൊന്ന് മടക്കി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണേ. അപ്പൊ ഒരു 1.5-2 ഇഞ്ചോ കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ടിനെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം കറക്റ്റ് ഇതിക്കടെ അങ്ങ് കട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ മെയിൻ ഫാബ്രിക് വെച്ച് നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ലൈനിങ്. ഇവിടെ ചെറുതായിട്ടൊരു ജോയിന്റ് വരും. ആ ജോയിൻ ചെയ്യാനുള്ള പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്തില്ലേ, മെയിൻ പീസിലും ഇതുപോലെയാണ് കേട്ടോ ഒരു കട്ട് വരിക. ആ ക്ലോത്ത് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാത്തതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ. ഇതുപോലെ ഒരു ചെറിയൊരു കട്ട് വരും. അപ്പോൾ നമ്മൾ സെയിം ഇതേ തുണി വെച്ച് തന്നെ നമ്മൾ ജോയിന്റ് കൊടുത്തു കേട്ടോ. മെയിൻ ഫാബ്രിക് ചെയ്ത പോലെ തന്നെ ലൈനിങ്ങിലും ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്ലീവ്സ് ഈ ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് പേപ്പർ വെച്ചിട്ടാണ് കട്ട് ചെയ്യണേ. പേപ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്ലീവിൻ്റെ എല്ലാ മാർക്കിങ്ങും ക്ലിയർ ആവും. ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പേപ്പറിൽ കട്ട് ചെയ്തതിന് ശേഷം പേപ്പർ വെച്ചിട്ട് മെയിൻ ഫാബ്രിക് അങ്ങ് കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലൊരു പേപ്പർ പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അരികു വശം ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചെരിവൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 17.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ അതേ കറക്റ്റ് 17 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. 17 ഇഞ്ചാണ് ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി ഈ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ചിട്ട് നേരെ അടിയിലേക്കായിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 8 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എവിടെയാണ് 8 ഇഞ്ച് വരുന്നത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചോളുക. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്ത് ഇനി നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം 3 ഇഞ്ച് ഇവിടെയാണ് വരുന്നത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അതിനൊന്ന് ജോയിൻ ചെയ്ത് അങ്ങ് വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് അങ്ങ് വരയ്ക്കാം. ദേ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് അങ്ങ് വരയ്ക്കാം കേട്ടോ. ഇനി ഈ ഒരു ലൈൻ എത്രയുണ്ടെന്ന് നമ്മൾ ടേപ്പിനൊന്ന് മെഷർ ചെയ്ത് നോക്കുക. കറക്റ്റ് ഇത് എത്രയുണ്ടെന്നൊന്ന് അളക്കുക. ഇനി അതിൻ്റെ പകുതി കണ്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ടേപ്പ് തന്നെ അത് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയാൽ മതി കേട്ടോ. നമുക്ക് കറക്റ്റ് പകുതി കിട്ടും. ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ കറക്റ്റ് പകുതി കണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ആ സ്ലീവിൻ്റെ ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു മുകൾ ഭാഗം ഈ ഒരു ലൈനിൻ്റെ പുറത്തേക്ക് മാർക്ക് ചെയ്യുക. ഇനി ഈ ഒരു മിഡിൽ പോയിന്റിൻ്റെ താഴേക്ക് ഈ ഒരു ലൈനിൻ്റെ ഉള്ളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനൊരു 4.5 ഇഞ്ചിൽ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പും മാർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 4.5 ഇഞ്ചിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. 4.5 ഇഞ്ചിൽ സ്ലീവിൻ്റെ അവിടുത്തെ വണ്ണവും ഇനി അടുത്തായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. 4.5 ഇഞ്ചിൽ ഞാൻ സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് 6.5 ഇഞ്ച് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് 6.5 ഇഞ്ച് വരെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി ഞാനൊരു എൽബോൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 13 ഇഞ്ചിൽ അവിടുത്തെ വണ്ണവും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 13 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു 13 ഇഞ്ചിൽ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 13 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് 5.1 ഇഞ്ചാണ് കേട്ടോ. 5 ഇഞ്ചും 1 പോയിന്റും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലീവ് ഓപ്പണിൻ്റെ അവിടെ ഞാൻ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. അപ്പോൾ 4.5 ഇഞ്ച് എവിടെയാണോ പറഞ്ഞത് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് 4.5 ഇഞ്ച് വരുന്നത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇതേ ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇതേ ഭംഗിയായിട്ട് നമ്മളിപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെയും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇടവിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു അറ്റത്തേക്ക് എത്തുമ്പോൾ 1.5 ഇഞ്ച് വേണമെന്നില്ല, 1 ഇഞ്ചായാലും മതി. ബട്ട് ഞാനിവിടെ ഒരു 1.25 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതും ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ അതേ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവിൻ്റെ മാർക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ്സും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലീവ്സ് എങ്ങനെയാണ് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഷേപ്പ്ലെസ് ആയിട്ടൊരു പീസാണ് ബാക്കി വന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുപോലെ 2 പീസ് തുണി, 2 പീസ് തുണി പീസ് എടുത്തിട്ടുണ്ട്. കട്ട് പീസാണ് കേട്ടോ വന്നിരിക്കണേ. അതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിടാൻ പോവാണ്. ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. കാണാമെന്ന് വിചാരിക്കുന്നു. 2 പീസ് തുണി ഇതുപോലെ ഡയഗണലായിട്ടാണ് കേട്ടോ മടക്കിയിരിക്കണേ. 2 പീസ് തുണി അതിനൊന്ന് ജസ്റ്റ് ഡയഗണലായിട്ട് ഇതുപോലെ ഹാഫായിട്ട് മടക്കിയിട്ടു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു പേപ്പർ പീസില്ലേ, അത് കറക്റ്റായിട്ട് ഇതിലേക്ക് ആ ഒരു സ്ലീവിൻ്റെ ഭാഗം വരണ പോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ കൂടെ തന്നെ ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. വേറെ ഒന്നും വേണ്ട, കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് എടുത്ത് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് സ്ലീവ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫ്രണ്ടിലെ സ്ലീവ് ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ സ്ലീവ് അറിയാനായിട്ട് ഒരു ചെറിയൊരു നോച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് പോവാം. ഇനി അടുത്തായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കിടക്കാം. സ്റ്റിച്ചിങ് വളരെ സിമ്പിളാണ് കേട്ടോ, പ്രത്യേകിച്ച് അധികം ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മെയിൻ ഫാബ്രിക്കിലും ലൈനിങ്ങിലും ചെറിയൊരു ജോയിൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം നമുക്ക് മെയിൻ ഫാബ്രിക്കുമായിട്ടും അതുപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യമേ തന്നെ മെയിൻ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശമാണ് കേട്ടോ ഇത്.
ഇനി നമ്മൾ ജോയിൻ ചെയ്യാനുള്ള ആ ഒരു എക്സ്ട്രാ പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലേ, അതങ്ങ് എടുക്കുക. അതിനുശേഷം 2 പീസിൻ്റെ നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുക. 2ൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ പോണ പീസിൻ്റെ നല്ല വശവും മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിതങ്ങ് 1/2 ഇഞ്ചിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ അങ്ങ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതിച്ചൊന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഒരു സൈഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുക, അതുപോലെ തന്നെ ലൈനിങ്ങിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഓരോന്നും ഞാൻ കാണിക്കുന്നില്ല, സെയിം ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെയ്തതിന് ശേഷം കാണിക്കാം. ജോയിൻറ്റ് വരുന്നതൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബാക്ക് നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണോ ബാക്ക് നെക്ക് ചെയ്യണേ സെയിം മെത്തേഡിൽ തന്നെ ഫ്രണ്ട് നെക്കും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ലൈനിങ് മെറ്റീരിയലിൽ നെക്കിൻ്റെ വീതിയും നെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ വീതി ഇങ്ങോട്ട് 4 ഇഞ്ച്, ടോട്ടൽ 8 ഇഞ്ച് കേട്ടോ. അതുപോലെ തന്നെ നെക്ക് ഇറക്കം 5 ഇഞ്ചാണ് ബാക്കിൽ കൊടുത്തിരിക്കണേ. എന്നിട്ട് എനിക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് ഞാൻ ആ ഒരു ബോക്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നെക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ല വശത്തിൻ്റെ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ലൈനിങ് ചേർത്ത് വയ്ക്കുക. ഇതുപോലെ ഞാൻ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് ലൈനിങ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച നെക്ക് ഡിസൈൻ ഉണ്ടല്ലോ, അതീക്കടെ തന്നെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 വട്ടം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്കിൻ്റെ ചുറ്റും ഈ ഒരു ഡിസൈനിക്കടെ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തേന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ട് നെക്കിന് ചുറ്റും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞ് കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നെക്കിന് ചുറ്റും ഇതുപോലെ കുരുകുരാന്ന് ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് തുണി ബാക്കോട്ട് മറിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മളിത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് അങ്ങ് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഡിഫറൻസും ഇല്ല, നമ്മളിത് ചെയ്ത പോലെ തന്നെ സെയിം ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഭംഗിയായിട്ട് നെക്കൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് 2 ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൽ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ 2 സൈഡിലും ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യാൻ പോണേ. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് സ്ലീവിൻ്റെ അരികുവശം ഉണ്ടല്ലോ, അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്ലീവിൻ്റെ അരികുവശം ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഷോൾഡർ ജോയിൻറ്റും അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് ചേർത്ത് വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന പോലെ വേണം ഇരിക്കാനായിട്ട്. ഫ്രണ്ടിൻ്റെ നല്ല വശവും നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും ചേർത്ത് വയ്ക്കുക. സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ രണ്ട് സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, സ്ലീവൊക്കെ എല്ലാത്തിലും കാണിക്കേണ്ടതാണ് കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും സ്ലീവ് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സ്ലീവും ചെയ്തതിന് ശേഷം കാണിക്കാം. നമ്മൾ സ്ലീവ് രണ്ട് സൈഡിലും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കാനായിട്ട്, നല്ല ഷേപ്പിൽ നിൽക്കാനായിട്ട് ബാക്കിൽ ഞാൻ ഇതുപോലെ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ലെങ്ത്തിൽ നിങ്ങൾക്ക് തുണി എടുക്കാം കേട്ടോ. വള്ളിക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. അതുപോലെ തന്നെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 2.25 ഇഞ്ചാണ് കേട്ടോ. അതും നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇനി നമുക്ക് വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ല വശം ഉള്ളിൽ പോകുന്ന രീതിയിൽ ഇതിനെ ഇതുപോലെ മടക്കുക. ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് ഈ ഒരു തുണീനെ മടക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വശം ഉള്ളിൽ പോകുന്ന രീതിയിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ അറ്റഭാഗത്തുമ്പോൾ നമുക്ക് ഒന്ന് കുത്തി നിർത്തിയതിന് ശേഷം ഈ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എഡ്ജിൽ നമുക്ക് കൂടുതൽ വരുന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഈ ഒരറ്റത്തും കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നല്ല വശം പുറത്തേക്ക് എടുക്കാം കേട്ടോ. അതിന് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം വെച്ചിട്ട് നമുക്കത് അങ്ങ് കുത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തെടുക്കുക കേട്ടോ. രണ്ടാമത്തെ വള്ളിയും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ വള്ളി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്കും വെച്ച് കൊടുക്കാനായിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാധാ പോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരിക. എവിടെയാണോ നിങ്ങൾക്ക് വള്ളി വെച്ച് കൊടുക്കണ്ടേ അവിടെ എത്തുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന വള്ളി ഉണ്ടല്ലോ, ഞാൻ ഇവിടെയും വരെ ഷേപ്പ് ചെയ്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു വള്ളി നമുക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു വള്ളി നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു വള്ളി ഞാൻ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണാലോ, അതെ ഇതാണ് നമ്മുടെ വള്ളി. അത് ഞാൻ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. വള്ളി ഉള്ളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഭംഗിയായിട്ട് ഇതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സാധാ പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മളിപ്പോൾ ദേ വള്ളി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ദേ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ പോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു പോയിന്റ് വരെ ഞാൻ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണേ. അതിൻ്റെ അടിയിലേക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിനി ചെയ്യാൻ പോണേ. അങ്ങനെ ഞാൻ രണ്ട് സൈഡിലും വള്ളി വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ അരികു വശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടു വട്ടം മടക്കിയിട്ട് നമുക്ക് ചുറ്റിനും ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം കേട്ടോ. ഇതുപോലെ ചുറ്റിനും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലൈനിങ് മടക്കി അടിച്ചിട്ടില്ലെങ്കിൽ അതും കൂടി അടിച്ചു കൊടുക്കുക കേട്ടോ.